അതിനകത്ത് ക്ലച്ചസ് എന്ന് പറയുന്ന പോർഷനകത്ത് നമ്മൾ എടുക്കുമ്പോൾ അത് സാധാ ക്ലച്ചുണ്ട്, അതായത് വെറും പോസിറ്റീവ് ക്ലച്ചുണ്ട്. നമുക്ക് സിലബസ് ഉള്ളത് ഫ്രിക്ഷൻ ക്ലച്ചാണ്. യൂണിഫോം പ്രഷർ തിയറി ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്, ആൻഡ് യൂണിഫോം വെയർ തിയറി വെച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇതാണ് ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനാണ്. അത് FAP എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ Pനെയാണ് നമ്മൾ FAP എന്ന് പറയുന്നത്. അതായത് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫോഴ്സ്, അതായത് ആക്ട് ചെയ്യുന്ന ഒരു ബിഗർ ഫോഴ്സ്. ആൻഡ് സ്മോൾ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ ഇൻറ്റൻസിറ്റി D0 DI നമുക്കറിയാം, ഔട്ടർ ഡയമീറ്റർ ഇന്നർ ഡയമീറ്റർ പൈ അറിയാം, എന്തൊക്കെ വാല്യൂസ് അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോർക്കിൻ്റെ ഇക്വേഷനും ഉണ്ട്, എല്ലാത്തിനും തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഇക്വേഷനകത്ത് ഡയറക്റ്റ് ഉപയോഗിക്കാം, കാരണം ഡയറക്റ്റ് പിയും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് FAP തന്നേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് N' എന്ന് പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് പെയർ ഓഫ് ഫ്രിക്ഷൻ, അതായത് എത്ര പെയർ ഓഫ് ഫ്രിക്ഷൻ സർഫസുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു ക്ലച്ചിനകത്ത് തന്നെയാണെങ്കിൽ 2 ഫ്രിക്ഷൻ സർഫസാണ്, ഒന്ന് ക്ലച്ചിൻ്റെയും ഒന്ന് അതിൻ്റെ അപ്പുറത്തെ റോട്ടറിൻ്റെ ഭാഗത്തും 2 ഫ്രിക്ഷൻ സർഫസ് ഉണ്ട്, അതായത് ഒരു പെയറുണ്ട്. പിന്നെ നമ്പർ ഓഫ് പ്ലേറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഈ സാധനം കൂടി വരുന്നു, N' വാല്യൂ കൂടി. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. യൂണിഫോം പ്രഷർ തിയറി ഇക്വേഷനാണ് ഇതെല്ലാം. ആൻഡ് അത് DMP എന്ന് പറഞ്ഞേക്കുന്നത്, DMP FAP നമുക്ക് ഇങ്ങനെ കിട്ടും, DMP എന്ന് മാത്രം എഴുതിയേക്കുന്നതിനകത്ത് നമ്മൾ DMP ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അത്തരം കാര്യം അറിഞ്ഞിരിക്കണം. ഇനി തന്നെ യൂണിഫോം വെയർ തിയറി ആണെങ്കിലും നമുക്കറിയാം, അതിനകത്ത് ഫോഴ്സ് പറഞ്ഞ ഇക്വേഷനുണ്ട്, ടോർക്കിൻ്റെ ഇക്വേഷനുണ്ട്. അതിനകത്ത് MW ആണ്, MW ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്, അതായത് D0 + DI/2 ആണ് ചെയ്യേണ്ടത് തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ കണക്ക് ഈ പറയുന്ന ഈ ഇക്വേഷൻ ആയിരിക്കും. ഇതിനകത്ത് N' എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പറഞ്ഞില്ലേ, അതാണ് സംഭവം. P max എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു ഇന്നർ സർഫസിനകത്ത് മാക്സിമം ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്, ആ പ്രഷറിനെയാണ് നമ്മൾ P max എന്ന് വിളിക്കുന്നത്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്വസ്റ്റൻസ് ആയിരിക്കും. ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ FABയും DMVW ഇങ്ങനെ കണ്ടുപിടിക്കണം. FAB അല്ലാതെ ഈ ക്വസ്റ്റൻ വെച്ചിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ടോർക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ആൻഡ് പിന്നെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും ക്വസ്റ്റിനകത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അങ്ങനെ നമുക്ക് അത്രയേ ഉള്ളൂ സംഭവം. ആൻഡ് നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഈ ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് മാറ്റുന്നെങ്കിൽ പറയാം. ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് പ്ലേറ്റ് ക്ലച്ച് ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് 2 പെയർ ഓഫ് കോൺടാക്ട് സർഫസ്. അപ്പോൾ 2 പെയറാണ്, 2 എണ്ണമല്ല, 2 പെയർ. ദാറ്റ് ഈസ് N' തീർച്ചയായിട്ടും 2 ആവും. ആസ്ബറ്റോസിൻ്റെ ഫ്രിക്ഷൻ ലൈനിങ് ആണുള്ളത്. അപ്പം ആസ്ബറ്റോസിൻ്റെ ഫ്രിക്ഷൻ മ്യൂ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഡാറ്റാ ബുക്ക് നോക്കി കണ്ടുപിടിക്കാൻ ആയിരിക്കും ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ അടുത്ത് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി തന്നിട്ടുണ്ട് 550 ആണ് മൊത്തത്തിൽ. അത് 2 ഫ്രിക്ഷൻ്റെ ആ പെയറിനും കൂടെ 550 ആണ് ടോർക്ക് ട്രാൻസ്മിറ്റിംഗ് കപ്പാസിറ്റി എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2. അപ്പോൾ നമുക്ക് ആസ്ബറ്റോസ് ലൈനിൻ്റെ ആവശ്യമില്ല, ഫ്രിക്ഷൻ കണ്ടുപിടിക്കേണ്ട കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, തന്നിട്ടുണ്ട് 0.25 തന്നിട്ടുണ്ട്. പെർമിസിബിൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ തന്നിട്ടുണ്ട് 0.5 Nm/mm². അതായത് സ്മോൾ പിയുടെ വാല്യൂ തന്നേക്കുന്നത്. Nm/mm². ക്യാപിറ്റൽ P ആണെങ്കിൽ വെറും ന്യൂട്ടനാണ്, അത് സ്പ്രിംഗ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ തരുന്നത്. ദെൻ ഡ്യൂ ടു സ്പേസിൻ്റെ ലിമിറ്റേഷൻ കാരണം ഔട്ടർ ഡയമീറ്റർ ഫിക്സ് ചെയ്ത് 250 mm. അപ്പോൾ DO എന്ന് പറഞ്ഞ സാധനം 250 mm ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് യൂണിഫോം വെയർ തിയറി. തെറ്റിപ്പോയത് യൂണിഫോം വെയർ തിയറി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ യൂണിഫോം വെയർ തിയറി തന്നെ ഉപയോഗിക്കണം. ആൻഡ് ഇന്നർ ഡയമീറ്റർ ഫ്രിക്ഷൻ ടെസ്റ്റ് ആൻഡ് സ്പ്രിംഗ് ഫോഴ്സും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. സോ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്, ഒന്നുമില്ല. കാരണം നമുക്കിവിടെ ടോർക്ക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ടോർക്ക് കപ്പാസിറ്റി ഇക്വേഷൻ നമുക്കറിയാം. ആൻഡ് ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് DI ഇന്നർ എന്ന് പറഞ്ഞ സാധനം മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. സോ നമുക്ക് ഇക്വേഷനകത്ത് നമുക്കറിയാം, ഒന്ന് നമ്മൾ ഉടനെ ഇങ്ങോട്ട് പോകാൻ നമുക്കൊരു ടെൻഡൻസി വരും, പക്ഷേ വരരുത്. കാരണം ഇത് യൂണിഫോം പ്രഷർ തിയറിയാണ്, യൂണിഫോം വെയർ തിയറി നമുക്ക് വേണം. അതിനകത്ത് ആദ്യമേ നമുക്ക് ചോദിച്ചേക്കുന്ന മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, അതായത് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോർക്കിൻ്റെ ഇക്വേഷൻ. T എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ N' എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കണം, നമ്മൾ 2 എഴുതണം, കാരണം 2 പെയർ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം നമുക്ക് വേറെ രീതിയിലും കൂടെ ചെയ്യാൻ പറ്റും. ഇവർ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്, അതായത് ഈ 2 പെയറിനും കൂടെ T ടോർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു പെയറിന് എത്ര ടോർക്ക് കപ്പാസിറ്റി ഉണ്ടോ പകുതി കാണും. അതായത് 550/2 എന്ന് പറഞ്ഞാൽ 275 Nm ഉണ്ടായിരിക്കും. ആ 275 Nm നമ്മൾ ഒറ്റ പെയർ മാത്രമേ ഉള്ളൂ എന്നുള്ള വിചാരിച്ച് നമുക്ക് സോൾവ് ചെയ്താലും ആൻസർ കിട്ടും. അതായത് ഏത് ഇക്വേഷൻ വേണ്ട, ഇതിനകത്ത് N' ഇട്ടതിന് ശേഷം ഈ ടോർക്ക് പകുതിയാക്കിയിട്ട് N' ഇട്ട് കഴിഞ്ഞാലും ആ 2 വെച്ചുള്ള അതേ എഫക്റ്റ് തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എടുക്കുക എന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ, ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു സ്മോൾ ഡിയുടെ ടേംസിൽ, അതായത് DIയുടെ ടേംസിൽ ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടുന്നു. അത് നമുക്ക് ട്രയൽ ആൻഡ് എറർ വെച്ചോ കാൽക്കുലേറ്റ് അടിച്ചോ സോൾവ് ചെയ്യാം.
സോൾവ് ചെയ്യുമ്പോൾ 3 വാല്യൂസ് കിട്ടും. ക്യൂബിക് ഇക്വേഷന് 3 വാല്യൂസ് കിട്ടും. ഒരെണ്ണം നെഗറ്റീവാണ്, നമുക്ക് അപ്പോഴേ കളയാം, അത് വേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും കിട്ടത്തില്ല. ഇനി 112 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, 174 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. 2 വാല്യൂസ് നമുക്ക് ഡയമീറ്റർ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ വാല്യൂ ആയിരിക്കും. കാരണം ഇതാണ് ഒരു വലിയൊരു ക്ലച്ചിൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് വെച്ചോ. അപ്പോൾ ഇന്നർ ഡയമീറ്റർ നമുക്കൊരു ചെറുതുമാവാം, വേണമെങ്കിൽ ഒരു വലുതാവാം. വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യേണ്ട ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. സോ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ വി ഗോ ഫോർ 174.16 mm ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് നോക്കണം. ആൻഡ് അത് നമ്മൾ ചെയ്യുന്നു, നമ്മളത് എഴുതി വെക്കുന്നു. ആൻഡ് ഫൈനൽ റിക്വയർഡ് സ്പ്രിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആക്ച്വൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ വേർതിരിക്കുന്നത് ഇവിടെ നിങ്ങളപ്പോൾ താണ്ട് ഈ ആക്ച്വൽ ഫോഴ്സിൻ്റെ ഇക്വേഷനകത്ത് നമുക്ക് ഉള്ള ഇക്വേഷൻസ് കിട്ടാം. DIയും DOയും ഇപ്പോൾ നമുക്കുണ്ട്, P max ഉണ്ട്, എല്ലാം ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. സോ സിമ്പിൾ, അത്രയേ ഉള്ളൂ കാര്യം.